പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നിരിക്കുവാൻ അങ്ങ് നൽകിയ ഈ സാവകാശത്തെ ഓർത്ത് ദൈവമേ, നിനക്ക് മഹത്വം കരയേറ്റുന്നു. ഞങ്ങളുടെ അകൃത്യം മോചിച്ചു തരണമേ. ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാഭിഷേകത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരായി ഞങ്ങൾ മാറണമേ. തിരുവചനം അത് കേൾക്കാനും അതുവഴിയായി ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാനും ദൈവിക സ്പർശനം അനുഭവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലുള്ള പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങൾ ഇവയെല്ലാം കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ വിട്ടുപോകാനും സ്വർഗ്ഗസ്ഥനായ നാഥനും പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ നേരത്തെ ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ രക്തത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ച് കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും കൃപയാൽ നിറയുകയും ആത്മനിറവിലാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി. പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദവാക്യം 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. വെട്ടുക്കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ദേവാലയം പണിയാൻ ഉപയോഗിച്ച കല്ല് അത് വെട്ടിയെടുത്തപ്പോ തന്നെ അത് ഏറ്റവും പെർഫെക്റ്റായി അതിന്റെ കുറവ് തീർത്തു. അതുകൊണ്ട് ആലയം പണിയുമ്പോൾ അത് പിന്നീട് മുട്ടുകയോ തട്ടുകയോ ചെയ്യുന്ന ശബ്ദമുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ എന്തിനാണ് പരിശുദ്ധാത്മാവ് ഈ വചനം നമുക്ക് തന്നത്? ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഓരോ ദിവസവും പണിയപ്പെടുകയാണ്. നാം ആകുന്ന ആലയം ഓരോ ദിവസവും പണിയപ്പെടുകയാണ്. ഓരോ ദിവസവും അത് മോടി പിടിപ്പിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും അത് സ്വർഗതുല്യമായി വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും അതിനെ പുതുതാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശാന്തത, സ്പിരിച്വൽ ഹാർമണി അതുണ്ടാകുമെന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാനും നിങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട ആലയങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അലങ്കോലപ്പെടുത്തുന്ന ഒരു ശബ്ദവും ഒരു കുറവും ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആലയം പണിയുവാനായി ചേർക്കപ്പെട്ട കല്ലുകൾ വെട്ടിയെടുത്ത സ്ഥലത്ത് തന്നെ കുറവ് തീർത്തതുപോലെ എല്ലാ ദിവസവും നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായി മാറിയാൽ, നാം ആകുന്ന ആലയം ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെടുമ്പോഴും അത് വളർത്തപ്പെടുമ്പോഴും ദൈവത്തിന്റെ ഒരു പ്രസൻസ്, ഒരു ഹാർമോണിയസ് അറ്റ്മോസ്ഫിയർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവുകയാണ്. കർത്താവായ തമ്പുരാൻ നമ്മെ ഈ വചനം കേൾപ്പിച്ചെന്തിനാണ്? നീ എല്ലാ ദിവസവും വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. നീയാകുന്ന കല്ല് അല്ലെങ്കിൽ നീയാകുന്ന ജീവിതം ശുദ്ധീകരിക്കപ്പെടുവാൻ, കുറവ് തീരുവാനായി ആഗ്രഹിക്കുക. യേശുവിന്റെ രക്തം കൊണ്ട് എപ്പോഴും കഴുകുക. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ സഭയുടെ, ദൈവം ആഗ്രഹിക്കുന്ന അക്കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നതായി മാറുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ
നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ? നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാത്ത രാത്രികളല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്ന വേദനകളല്ലേ നിങ്ങളുടെ കൂടെയുള്ളത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുറവ് തീർക്കുക, നിങ്ങളുടെ പാപമേറ്റു പറയുക, നിങ്ങളുടെ അശുദ്ധി മാറ്റുക. നിങ്ങളാകുന്ന ദേവാലയം അത് പുനരുദ്ധരീകരിക്കപ്പെടുകയും ഉയർച്ച പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുവാനായി ഒരു സമാധാനവും ശാന്തതയുമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കും. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക. നിന്നെ അങ്ങനെ കുറവ് തീർക്കാനും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും കർത്താവ് സ്വർഗം ചായിച്ചിറങ്ങി വന്ന് നമുക്ക് വേണ്ടി പീഡാസഹനങ്ങളേറ്റ യാഗമായി തീർന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഇരുന്ന് വചനം കേട്ടവർ കർത്താവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങയിൽ സമർപ്പിക്കുവാൻ ഇവർക്ക് വലിയ അഭിഷേകം കൊടുക്കണമേ. ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ഭൗതികമായ ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, പൈശാചികമായ ബാധകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഇവരുടെ ഉള്ളിൽ കർത്താവിന്റെ ആലയത്തിന്റെ ഭാഗമായി തീരാനുള്ള, സ്വർഗരാജ്യത്തിന്റെ ഭാഗമായി തീരാനുള്ള ആഗ്രഹം ജനിക്കട്ടെ. ഇവർ വിശുദ്ധരായി മാറട്ടെ, ഇവർ കൃപയുള്ളവരായി മാറട്ടെ, ഇവർ ദൈവതേജസ് ഉള്ളവരായി മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, കെട്ടുകൾ പൊട്ടിക്കണമേ. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗസ്ഥനായ ദൈവം ഉത്തരം കൊടുത്തതിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. 2 ശുശ്രൂഷകളാണ് നമുക്കുള്ളത്. ഈ 2 മണിക്കുള്ള ചെറിയ പ്രാർത്ഥന യോഗവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന യോഗവും രണ്ടും ദൈവമക്കൾ ഉപയോഗപ്പെടുത്തുക. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ആമേൻ.